അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ സഹോദരന്മാരെ, ഒരുപാട് കാലമായി ഇങ്ങനെ ഒന്ന് വീഡിയോയിൽ വന്നിട്ട്. മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മുടെ അഅ്മാലുകളൊക്കെ സ്വീകരിക്കട്ടെ. പിന്നെ ഞാൻ വീഡിയോ ചെയ്തതേ നമ്മുടെ ഫഖ്റുദ്ദീൻ ബന്താവൂർ വിസാലി മീഡിയ അറിയാത്ത ആളുകളുണ്ടാവില്ല. നല്ല മോട്ടിവേറ്റ് ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലൊക്കെ എടുക്കുക. നല്ല അവതരണമാണ്. ഏതോ മനുഷ്യനും മനസ്സിലാവുന്ന രൂപത്തിൽ എല്ലാ വിഷയത്തിലും ആധികാരികമായിട്ട് പറയുന്ന ഒരാളാണ് വിസാൽ മീഡിയ ഫഖ്റുദ്ദീൻ ബന്താവൂർ. മൂപ്പര് അങ്ങനെ തന്നെ മൂപ്പരെ പരിചയപ്പെടുത്തരും. അപ്പോൾ മൂപ്പര് നല്ല അവതരണമാണല്ലോ. ഒരു ദിവസം പിന്നെ മൂന്നിൽ കവിയാത്ത ഒരു വീഡിയോസും മൂപ്പര് ചെയ്യാറില്ല. മൂപ്പര് അങ്ങനെ നല്ല അവതരണത്തോടു കൂടെ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂപ്പര് വീഡിയോ ഒന്നും കാണാനില്ല. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പര് പോസ്റ്റെങ്കിലൊക്കെ മൂപ്പര് ഇടലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്താപ്പം അയാളെ വീഡിയോ കാണാത്തത് എന്നുള്ളത്. പിന്നെ അപ്പോൾ ഇന്ന് ഈ ഷംനാദ് ഷഹീദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുണ്ട്. മൂപ്പരെ വീഡിയോയിലൊന്ന് കാണാൻ പറ്റിയത്. മൂപ്പരെന്താ അറസ്റ്റിലാണ്. പിന്നെ ഒരു മലപ്പുറത്തുള്ള ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് പിന്നെ വീഡിയോ ചെയ്തതിൻ്റെ പേരിലോ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല. അപ്പോൾ പറയാനുള്ളത്, ഈ യൂട്യൂബിൽ പിന്നെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ, എനിക്കടക്കം പല ആളുകൾക്കും പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ വ്യത്യക്തി ചെയ്യാതിരിക്കുക, കാര്യങ്ങൾ പറയുക, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ വിഷയത്തിലൊന്നും പറയാതിരിക്കുക. അതൊക്കെ നമുക്ക് വല്ലാതെ ദോഷം ചെയ്യും. കാര്യങ്ങൾ പറയുക, നമ്മളെ ദീനായിരിക്കും പറയുക, അള്ളാഹുവിൻ്റെ ദീനാണ് പറയുക. കുലിൽ ഹക്ക വലൗ കാന മുർറന്നല്ലേ, എത്ര കയ്പാണെങ്കിലും ദീന് പറയണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ നമ്മളത് നന്മ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ വേറൊരു വശം ചില ആളുകൾ കേടായിട്ട് കാണപ്പെടും. അപ്പോൾ നമുക്കെതിരെ നമ്മൾ പറഞ്ഞതൊക്കെ നമുക്കെതിരെ കേടായി നിൽക്കും. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ സൂക്ഷിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ അയാൾ വീഡിയോ കാണാത്തത് കണ്ടപ്പോഴേ വല്ലാതെ ഒരു സങ്കടമായി. കാരണം എന്താപ്പം മൂപ്പര് അങ്ങനെ വീഡിയോ ചെയ്യാത്ത ആളൊന്നുമല്ലല്ലോ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, നല്ലതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു നല്ല ഊർജ്ജവത്തോടും കൂടെ മൂപ്പര് തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് എന്താ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറാത്തുകളൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഷർറിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാലപ്പം അങ്ങനെയാണ്. നമ്മളെ ദോഷങ്ങൾ കൂടിയിട്ടുണ്ട്, നമ്മുടെ സ്വഭാവങ്ങളിൽ വൈകല്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ പല സമയത്തും ഓരോ സമയത്തും അള്ളാഹു തരുന്നത്. അപ്പോൾ നന്മയിലായിട്ട് ജീവിക്കുക, നന്മ മാത്രം പറയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.